അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മുള്ളേരിയ ഡിവിഷൻ SSF സാഹിത്യോത്സവം ഇത്തരം ഒരു വേദി ഉണ്ടാകുന്നത് വളരെ സന്തോഷിക്കുന്നു. ഒപ്പം സീമാന്തരങ്ങൾ എന്ന വിഷയത്തിൽ ഇന്നലെ മുതൽ ഇന്ന് വൈകുന്നേരം വരെ വ്യത്യസ്തമായ സെഷനുകൾ, കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ICFന്റെ വലിയ പ്രവർത്തന കാര്യങ്ങളെക്കുറിച്ചുള്ള ചെറിയ വിശകലനമാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് ICF അജ്മാൻ മേഖലയിലെ സജീവ സാന്നിധ്യം സഅദ് പള്ളത്തൂർ, അതുപോലെ തന്നെ സൗദി അറേബ്യ ഹായിൽ റീജിയൻ ICF പ്രസിഡന്റ്, വ്യത്യസ്തമായ ജാമിഅ സഅദിയ, മുഹിമ്മാദ് തുടങ്ങിയുള്ള സ്ഥാപനങ്ങളുടെ മുഖ്യ രക്ഷാധികാരികളിൽ പ്രധാനി കൂടിയായ ബഷീർ സഅദി നിങ്കാർ തുടങ്ങിയവരും ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കും. പ്രവാസം ചർച്ചക്കെടുക്കുമ്പോൾ വലിയ വിശാലമായി കിടക്കുന്ന ഒരു വിഷയമാണ്. ICF SSFന്റെ വേദിയിൽ ICFനെ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ ചിന്തിച്ചു പോകുന്നു, RSCയെ മറന്നുപോയോ? റിസാല സ്റ്റഡി സർക്കിളാണ് SSFന്റെ ഗൾഫിലെ മുഖം. റിസാല സ്റ്റഡി സർക്കിളിന് ശേഷമാണ് ICF നാഷണൽ തലങ്ങളിൽ തന്നെ വരുന്നത്. ആ നിലയ്ക്ക് RSCയുടെ സാഹിത്യോത്സവം 21 വർഷങ്ങൾ പിന്നിട്ട് വലിയ പ്രവർത്തനങ്ങളൊക്കെ നമുക്കറിയാം. RSC ചർച്ചയ്ക്ക് വരുന്നത്, ഇവിടെയുള്ള സാഹിത്യോത്സവിൻ്റെ വേദികൾ നാം ചർച്ചക്കെടുക്കുമ്പോൾ വലിയ ഒരു മാറ്റങ്ങൾ, ഓരോ അപ്ഡേഷനുകളും ഓരോ വർഷങ്ങളും വന്നുകൊണ്ടേയിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട വിഷയമാണ് നാഷണൽ തലങ്ങളിൽ നടക്കുന്ന സാഹിത്യോത്സവം. എല്ലാ മതവിഭാഗങ്ങൾക്കും അവസരങ്ങൾ നൽകുന്നു എന്നത്, മലയാളി ആവുക എന്നതും ക്യാമ്പസ് സാഹിത്യോത്സവിൽ ഇന്ത്യക്കാരനാവുക എന്നതുമാണ് ഒരു മാനദണ്ഡമായി നിശ്ചയിക്കാറുള്ളത്. നമ്മളെ കേരള സാഹിത്യോത്സവിലും ചിലപ്പോൾ മുസ്ലിമേതര വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ടാകാം, ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതെങ്ങനെയുള്ള പുതിയ പുതിയ അപ്ഡേഷനുകളൊക്കെ സാഹിത്യോത്സവിൽ കാണാം. ICFനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ചയിൽ തുടർന്ന് സംസാരിക്കാം. ബഷീർ സഅദി ഉസ്താദ് ഇടപെടുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഡിവിഷൻ സാഹിത്യോത്സവിൽ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ ആദ്യമായി സംഘാടകരെ അഭിനന്ദിക്കുന്നു. അതിലേക്ക് ഈ വിനീതനെയും ക്ഷണിച്ചതിൽ കൃതജ്ഞയും അറിയിക്കുകയാണ്. SSFന്റെ ഇൻ്റർനാഷണൽ ഘടകം RSC റിസാല സ്റ്റഡി സർക്കിൾ ആണ് എങ്കിലും ഇവിടെ കൊടുത്ത വിഷയം ICF അതിജീവനത്തിൻ്റെ കാവൽക്കാർ എന്നതാണ്. വിഷയം വെച്ച് നോക്കുമ്പോൾ ICF ആണ് ഇൻ്റർനാഷണൽ തലത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ച് നമ്മുടെ പ്രസ്ഥാന രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ്. നേരത്തെ നമുക്കറിയാം, ICF എന്നത് SYS എന്നതായിരുന്നു, സുന്നി യുവജന സംഘം. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ സുന്നി യുവജന സംഘം എന്നതായിരുന്നു ഗൾഫ് രാജ്യങ്ങളിലും നേരത്തെ ഉണ്ടായിരുന്നത്. പിന്നീട് അത് ഇൻ്റർനാഷണൽ തലത്തിൽ, ആഗോളതലത്തിൽ വ്യാപിച്ചപ്പോൾ ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ ICF എന്ന നിലയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. മാത്രമല്ല ICF പ്രവാസത്തിൻ്റെ അഭയം, അതാണ് ICF.
പ്രവാസികളുടെ അഭയമാണ് ICF. പ്രവാസ ലോകത്ത് ഏതൊരു പ്രവാസിക്കും എന്ത് പ്രയാസം വരുമ്പോഴും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഓടിയെത്താനും അവർക്ക് താങ്ങും തണലുമായി നിൽക്കാൻ ഉള്ള ഒരു സംഘടനയാണ് ICF എന്നത്. അതിലുപരി നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നാട്ടിലിപ്പോൾ സ്ഥാപനങ്ങളാണെങ്കിലും മറ്റു നമ്മുടെ പ്രവർത്തന മേഖലയിലാണെങ്കിലും സമ്മേളനങ്ങളാണെങ്കിലും മറ്റു ഏത് പ്രവർത്തനങ്ങളിലും ICFൻ്റെ ഒരു പങ്ക് ഉണ്ട് എന്നതിൽ ആർക്കും സംശയമില്ല. അത് തീർച്ചയാണ്. അപ്പോൾ ICF ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമല്ല അതിൻ്റെ പ്രവർത്തനം നടത്തുന്നത്, നാട്ടിലും അതിൻ്റെ ഫലങ്ങൾ അനുഭവിച്ചു വരുന്നുണ്ട് എന്നതാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് അത് ഓരോന്നും ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരൊക്കെയും അത് വിശദീകരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ ഈ വിഷയം ജൗഹരി ഉസ്താദ് RSനെ മറന്നോ എന്ന് ചോദിച്ചത് കൊണ്ട് ഞാൻ അവരിവിടെ എടുത്ത വിഷയം പ്രവാസികളുടെ അഭയം എന്നതിനെ ആശ്രയിച്ച് ICFനെ മാത്രം ഉൾക്കൊള്ളിച്ചതായിരിക്കാം എന്നാണ് എൻ്റെ ഒരഭിപ്രായം. ഇൻഷാ അല്ലാഹ് അടുത്തത് നമ്മുടെ സഹദ് കൂടി നമ്മളോട് ഇടപെടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഉസ്താദുമാരും മറ്റു സഹപ്രവർത്തകർ, കുട്ടികൾ, അൽഹംദുലില്ലാഹ് ഇത്രയും നല്ലൊരു വേദിയിൽ ഇത്തരം പ്രസക്തമായ ഒരു വിഷയം ഇവിടെ എടുത്ത് നടത്താൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ ഡിവിഷൻ സാഹിത്യോത്സവ പ്രവർത്തകർക്ക് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് തന്നെ നിർത്തുന്നു. അതുപോലെ തുടങ്ങാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് തുടങ്ങി വെച്ചത് ICF നടത്തുന്ന സാന്ത്വന പ്രവർത്തനങ്ങൾ. നമുക്കറിയാം, കൊറോണ സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ICFനോട് നേരിട്ട്, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ നേരിട്ട് അഭ്യർത്ഥിച്ചതിൻ്റെ ഫലമായി വയനാടിലും ഇടുക്കിയിലും ഓക്സിജൻ പ്ലാന്റ് ICFൻ്റെ നേതൃത്വത്തിൽ 10 കോടി രൂപയോളം ചെലവഴിച്ച് നാം ഗവൺമെൻറ്റിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം RCCക്കടുത്ത് സാന്ത്വന സൗധം എന്നുള്ളത് അത് ICFൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് സംഘടന സാന്ത്വന പ്രവർത്തകർ നടത്തിയിട്ടുള്ള ഒരു സമുച്ചയവും കൂടിയാണ്. അതുപോലെ തന്നെ നാം ഇപ്പോൾ SSFൻ്റെ സാഹിത്യോത്സവം നടത്തുമ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല, നമ്മുടെ പ്രവാസ ലോകത്ത് RS റിസാല സ്റ്റഡി സർക്കിൾ നടത്തി വരുന്ന സാഹിത്യോത്സവങ്ങൾ. ഒരുപക്ഷെ ആദ്യകാലങ്ങളിൽ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പല പദ്ധതികളുണ്ടായിരുന്നുവെങ്കിലും സാഹിത്യോത്സവം വരുന്ന ആ ഒരു സമയത്ത് അവിടുത്തെ പ്രവർത്തകർ എന്നും ഒരു ആവേശത്തിലായിരുന്നു. കാരണം നാട്ടിലെ പോലെ പ്രവർത്തകരെ കണ്ടെത്താൻ അത് സാഹിത്യോത്സവം നാട്ടിൽ പ്രവർത്തകരെ കണ്ടെത്താൻ ഒരുപക്ഷെ സാഹിത്യോത്സവത്തിൻ്റെ ആവശ്യമില്ല. നേരെ മറിച്ചിട്ട് പ്രവാസ ലോകത്ത് പ്രവർത്തകരെ കണ്ടെത്തണമെങ്കിൽ ആ എങ്ങനെ ഈ സാഹിത്യോത്സവം ഉപയോഗപ്പെടുത്താം എന്നുള്ളതിൻ്റെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതിൻ്റെ ഒരു 2 ഉദാഹരണം. ഒന്ന് ഞാൻ പറഞ്ഞു തരാം. ഒരു സാഹിത്യോത്സവം നടക്കുന്ന സമയത്ത് ദുബായിൽ നാട്ടിൽ സിനിമ പിന്നണി ഗായകനായിരുന്ന ഒരു വ്യക്തി, പക്ഷെ അദ്ദേഹത്തിൻ്റെ വസ്ത്രവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശൈലിയും നമുക്കൊരിക്കലും യോജിക്കാൻ പറ്റാത്തതായിരുന്നു ആ സമയത്ത്, നമ്മൾ പ്രവർത്തകർ കണ്ടെത്തുന്ന സമയത്ത്. പക്ഷെ എങ്ങനെ അദ്ദേഹത്തെ ഒരു മാപ്പിളപ്പാട്ട് നമ്മുടെ വേദിയിൽ കൊണ്ട് മാപ്പിളപ്പാട്ട് അവതരിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഒരു ആശങ്കയിലായിരുന്നു. പക്ഷേ എങ്ങനെങ്കിലും നമ്മുടെ പ്രവർത്തകർ അദ്ദേഹത്തെ കണ്ടെത്തുകയും അദ്ദേഹത്തിനോട് പറഞ്ഞ് എങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രം ആ ശൈലിയിൽ, അതായത് ഒരു ജുബ്ബയും അതുപോലെ തന്നെ തലയിലൊരു തലകെട്ടും കെട്ടുന്ന ആ അന്നത്തെ ഒരു ട്രെൻഡായിരുന്ന ആ ഒരു വസ്ത്ര
വസ്ത്രവിധാനം നടത്തി എങ്ങനെയെങ്കിലായിട്ട് അദ്ദേഹത്തെ സാഹിത്യോത്സവത്തിൽ കൊണ്ടുവന്നിട്ട് പാട്ട് പാടിച്ചെന്നല്ല, അദ്ദേഹം പങ്കെടുത്ത 3 മധു ഗാനവും അതുപോലെ തന്നെ മാപ്പിളപ്പാട്ടും എല്ലാം ഫസ്റ്റ് ആവുകയും പിന്നീട് അദ്ദേഹം വരുന്ന എല്ലാ സാഹിത്യോത്സവങ്ങളിലും അദ്ദേഹം പങ്കെടുക്കുകയും പിന്നീട് ആ ഒരു RSCയുടെ പ്രവർത്തകനായി മാറി എന്ന് മാത്രമല്ല, ആ ഏരിയയിൽ നടക്കുന്ന ബുർദ മജ്ലിസുകളൊക്കെയും അദ്ദേഹത്തിൻ്റെ കൺട്രോളിലായി അദ്ദേഹം നടത്തിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് പിന്നീട് നമ്മുടെ റിസാല അഷ്ററി സർക്കിളിൻ്റെ പ്രവർത്തകർക്ക് കാണാൻ സാധിച്ചത്. അത് അദ്ദേഹത്തെ കണ്ടെത്താൻ, സിനിമാ പിന്നണി ഗായകനായ അദ്ദേഹത്തെ കണ്ടെത്താൻ സാഹിത്യോത്സവം അത്രമാത്രം ഉപകരിച്ചു എന്നുള്ളത് അത് ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു 2-3 വർഷം മുമ്പ് ഒരു സാഹിത്യോത്സവം നടക്കുമ്പോൾ IQ കവിത എന്നുള്ള സെക്ഷൻ അവതരിപ്പിക്കുമ്പോൾ ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് IQ കവിത ഇതാക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിക്ക് വിഷയം കൊടുത്തപ്പോൾ 4 പ്രാവശ്യം അദ്ദേഹത്തിന് ആ ഒരു വിഷയം കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് കവിത അവതരിപ്പിക്കാൻ പറ്റിയില്ല. കാരണം അദ്ദേഹത്തിന് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയില്ല. അവസാനം അദ്ദേഹത്തിന് ഉമ്മ എന്നുള്ള വിഷയത്തിൽ നീ ഒരു കവിത അവതരിപ്പിക്കണം. കൂടാതെ ആ ഒരു സെഷൻ ഏറ്റെടുത്ത് നടത്തിയിരുന്ന ഉസ്താദ് പറഞ്ഞു, ചെറിയ ഒരു വരികളിൽ വലിയ ഒരു ആശയം ഉൾക്കൊള്ളുന്ന ഒരു സംഭവം നീ എഴുതണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉമ്മയെക്കുറിച്ച്, 10 വയസ്സായ ഒരു കുട്ടി ഉമ്മയെക്കുറിച്ച് ഒരു കവിത രചിച്ചു. വെളിച്ചം പകർന്നെൻ്റെ വീട്ടിൽ ഉമ്മയെന്നും ചിരിച്ചിരിക്കുന്നു, അന്നൊരു നാൾ ഇരുടാർന്ന വീട്ടിൽ ഉമ്മ കണ്ണടച്ചു കിടന്നു, ആ ജീവിതം അന്നത്തോടെ അവസാനിച്ചു, എൻ്റെ ജീവിതത്തിൽ ഇരുളടഞ്ഞു എന്നുള്ള മഹത്വമായ വരികൾ ആ കുട്ടി അവിടെ അവതരിപ്പിച്ചപ്പോൾ അന്നത്തെ വേദിയിലുണ്ടായിരുന്ന മുരളി മാഷ്, അന്നത്തെ UAE സാഹിത്യകാരനായിരുന്ന മുരളി മാഷ് വളരെ അത്ഭുതത്തോടുകൂടെ ചോദിച്ചത്, എങ്ങനെയാണ് ഇത്രമാത്രം പാകപ്പെടുത്തിയെടുക്കാൻ, ഇത്രയും ചെറിയ കുട്ടിയെ നിങ്ങൾക്ക് ഇത്രമാത്രം പാകപ്പെടുത്തിയെടുക്കാൻ പറ്റുന്നത് എന്നുള്ള ആ ഒരു ചോദ്യം ചോദിക്കുകയും ആ സാഹിത്യത്തിൻ്റെ ആ ഒരു കവിതയുടെ അർത്ഥം ഉൾക്കൊണ്ട് എല്ലാവരും സങ്കടത്തോടെ നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. അതുമാത്രം പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷമല്ല അതിന് മുമ്പത്തെ വർഷം RSC നാഷണൽ സാഹിത്യോത്സവത്തിൽ മാപ്പിളപ്പാട്ടിൻ്റെ വിന്നറായിരുന്നത് ഒരു ഹൈന്ദവ സഹോദരനാണ്. അപ്പോൾ ജാതി മതഭേദമന്യെയാണ് പ്രവാസിക സാഹിത്യോത്സവം നടക്കുന്നത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് മൈക്ക് ഉസ്താദിന് കൈമാറുന്നു. അസ്സലാമു അലൈക്കും. അവിടെ ബഷീർ സൈദി ഉസ്താദ് സൂചിപ്പിച്ചത് പ്രവാസത്തിൻ്റെ അഭയം എന്ന വിഷയം നോക്കുമ്പോൾ നമ്മുടെ ഉലമാഇൻ്റെ ആക്ടിവിസം അത് വളരെ പ്രാധാന്യമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രധാനപ്പെട്ട നേതൃത്വമായ മൗലാന പേരോട് ഉസ്താദിനിക്കാണ് ICFൻ്റെ UAE ചുമതല. അപ്പം അവരുടെ നേതൃത്വത്തിലുള്ള വലിയൊരു പണ്ഡിത വ്യൂഹം ഈ സംഘടനയ്ക്ക് പിന്നിൽ ശക്തമായ പിന്തുണയും നേർരേഖയും വരച്ച് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം വിഷയത്തിൽ നാം കാതലായി കാണുന്നൊരു വിഷയം ആദർശ സംരക്ഷണം നമുക്ക് നേടിയെടുക്കാൻ പറ്റി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പഴയകാല വാളുകളിൽ കേട്ടിരുന്നൊരു വിഷയമുണ്ട്. ഇവിടെ നിന്ന് കുത്തുബിയത്തും മൗലിദും ഓതിപ്പോയി തിരിച്ചു വരുമ്പോൾ അതിനെല്ലാം എതിർക്കുന്ന ഒരു ശൈലി ആളിൽ കണ്ടുവരുന്നു എന്ന ഒരു വിഷയം തന്നെ മാറ്റിയെടുത്തിട്ട് ആദർശം നിലനിർത്തുവാൻ വേണ്ടി പ്രസ്ഥാനത്തിൻ്റെ അനുഭാവികളായി ഒരുപാട് ആളുകളെ മാറ്റിയെടുക്കാൻ വേണ്ടി ഈ പ്രസ്ഥാനങ്ങളെ കൊണ്ട് സാധിച്ചു എന്നിടത്താണ് നമ്മുടെ വിജയം. ICF ഒരു സാമ്പത്തിക സ്രോതസ് എന്നതിനപ്പുറം വിശ്വാസപരമായി നമ്മളിൽ നിന്ന് ഇവിടുന്ന് തീരെ മതവിദ്യാഭ്യാസമില്ലാത്ത ഒരു സമൂഹത്തിലേക്ക് ദിശാബോധം നിർണയിക്കുന്നിടത്ത് ICF വിജയിച്ചു എന്നിടത്താണ് നാം ഇതിൻ്റെ അർത്ഥവത്തായി നാം ICFന് മനസ്സിലാക്കേണ്ടത്. വലിയ വലിയ സാധ്യതകൾ അവർക്ക് മുന്നിലുണ്ട്. നമ്മുടെ പോലെ സാധാരണ വിദ്യാർത്ഥികളോ ഒരു SLC വരെ കഴിഞ്ഞ ആളുകളോ അല്ല ഗൾഫിലെ ICFൻ്റെ മെമ്പർഷിപ്പുള്ള ആളുകൾ കൂടുതലും അഭ്യസ്ത വിദ്യരാണ്, വലിയ വലിയ പ്രൊഫഷണൽ വർക്കേഴ്സാണ്, എഞ്ചിനീയർമാരും വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളുടെ MDകളും ഇങ്ങനത്തെ തസ്തികകളിൽ ഉയർന്ന നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണലിസ്റ്റാണ് നമ്മുടെ ICFൻ്റെ യൂണിറ്റ് തലം മുതൽ തന്നെ. ഇപ്പം ഞാനൊക്കെ ICF മൊബൈൽ ഈസ്റ്റിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെ എൻ്റെയൊക്കെ PR ആണ് അഡ്മിൻ സെക്രട്ടറി നിൽക്കുന്നത്. തിരുവനന്തപുരത്തെ മുഹമ്മദ് അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന എഞ്ചിനീയറാണ്. അദ്ദേഹം വർക്ക് ചെയ്യുന്നത് UAEയുടെ ഏറ്റവും വലിയ ടെലികോം കമ്പനിയായ ഇത്തിസലാത്തിലാണ്. അപ്പോൾ ഇത്തരം പ്രൊഫഷണലിസ്റ്റ് നമുക്ക് ഇതിലൂടെ കൊണ്ടുവന്നിട്ട് അവരുടെ ആദർശ സംരക്ഷണം,
വിശ്വാസ സംരക്ഷണം, മുഹീദ്ദീൻമാലകൾ അടക്കമുള്ള നമ്മുടെ പാരമ്പര്യമായ ഇസ്ലാമിൻ്റെ തനിമ വിട്ടുപോകാതിരിക്കാൻ അവരുടെ കൽബിലേക്ക് വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടി പറ്റുന്നു എന്നതുകൂടി നാം ഇതിൽ ഓർത്തെടുക്കേണ്ട ഒരു വിഷയമാണ്. അതെ ഉസ്താദ്, ജൗഹരി ഉസ്താദ് പറഞ്ഞതുപോലെ പണ്ട് ഗൾഫിൽ പോകുമ്പോൾ ഇവിടുന്ന് മൗലൂദ് ഓതി പോകും, തിരിച്ച് വന്നിട്ട് മൗലൂദ് ഓതണ്ട എന്ന് പറയുന്ന നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനായിരുന്നു അന്നത്തെ ഒരു സാഹചര്യം. പക്ഷെ ഇന്നതൊക്കെ മാറി. അത് ICF-ലൂടെയാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം, ഒരു സംശയമില്ല. കാരണം ഞാനിപ്പോൾ ഏകദേശം ഒരു 20 വർഷത്തോളമായി സൗദി അറേബ്യയിൽ, പ്രത്യേകിച്ചും നമുക്കറിയാം സൗദി അറേബ്യയിലെ സ്ഥിതിയാണ്. സൗദി അറേബ്യ എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും പല ധാരണകളുണ്ടാവും. പക്ഷേ ആ ധാരണകൾ ഇപ്പോൾ അൽഹംദുലില്ലാ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നമുക്ക് ദുആ ചെയ്യാം, നന്നായി മാറി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ തനതായ ശൈലിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. ഏതായാലും പഴയതിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പോഴും. എന്നാലും ഇന്ന് നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ചും സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ ICF എന്ന മഹത്തായ പ്രസ്ഥാനം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നത്തെ യുവാക്കൾ, ഇന്നത്തെ തലമുറ, അവിടെ വരുന്ന നമ്മുടെ പ്രവർത്തകർ അല്ലാത്തവരും ഈ ഒരു സുന്നത്ത് ജമാഅത്തിൻ്റെ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നത്. മാത്രമല്ല, ഇവിടെ നിന്ന് ഒന്നുമല്ലാത്ത ആടി ഉലഞ്ഞ് വരുന്നവർ പോലും അവിടെ എത്തിയാൽ പിന്നീട് നമ്മുടെ ആദർശത്തിൽ വന്ന് നമ്മുടെ പ്രവർത്തകരായി മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഇന്ന് നമ്മുടെ റിയാദിലുള്ള കബീർ എഞ്ചിനീയർ മൂപ്പര് ആദ്യം ഹായിലേക്ക് വന്നു. അദ്ദേഹം എൻ്റെ റൂമിലൊക്കെ താമസിച്ചു. അന്ന് വെറും ഫ്രീക്കനായിട്ട് അദ്ദേഹത്തിൻ്റെ പാൻറ്റും മുടിയും മറ്റൊക്കെ കണ്ടാൽ എഞ്ചിനീയറാണ്, ചെറുപ്പക്കാരനായിരുന്നു അന്ന്. അദ്ദേഹം വന്ന് ആ സമയത്ത് ICF എന്തെന്നോ അല്ലെങ്കിൽ SSF എന്തെന്നോ മറ്റോ SES എന്തെന്നോ ഒന്നും അറിയില്ല മൂപ്പർക്ക്. പിന്നീട് അവിടെ നിന്ന് നമ്മളെ കൂടി ഇന്ന് അദ്ദേഹം 15 വർഷത്തിന് ശേഷം ഇന്ന് അദ്ദേഹം ഗ്ലോബൽ തലത്തിൽ RSCയുടെ ഗ്ലോബൽ തലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വലിയ എഞ്ചിനീയറാണ്, വലിയ ശമ്പളം പറ്റുന്ന ആളാണ് അദ്ദേഹം, ചേളാരിക്കാരനാണ്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പോൾ അങ്ങനെ സയ്യിദ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പ്രവർത്തകരെ നമുക്ക് ഈ ICF-ലൂടെ RSCയിലൂടെ നമുക്ക് കൊണ്ടുവന്ന് സുന്നത്ത് ജമാഅത്തിൻ്റെ പാതയിലേക്ക് നയിക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, വിദ്യാഭ്യാസ സംബന്ധിച്ച് പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ ICF-ന് പ്രത്യേക ഒരു വിഷയം തന്നെ ഉണ്ട്. ഗ്ലാഡ് എന്നൊരു സംവിധാനമുണ്ട്. അത് എൻ്റെ പ്രിയപ്പെട്ട ഇവിടുത്തെ പ്രവർത്തകരും ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാണ്. ഗ്ലാഡ് എന്ന ഒരു സംവിധാനം, ഈ ഗ്ലാഡ് സംവിധാനത്തിലൂടെ നമ്മൾ ICF ഉദ്ദേശിക്കുന്നത്, ഇവിടെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോഴാണല്ലോ മിക്ക ആളും ഗൾഫിൽ ചേക്കേറുന്നത്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോഴാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അവിടെ ICF-ൻ്റെ ഗ്ലാഡ് പദ്ധതിയിലൂടെ SLC കഴിഞ്ഞവനിക്ക് +2 എഴുതണമെങ്കിൽ അതിനുള്ള അവസരം ICF ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി +2 കഴിഞ്ഞവനാണ് അതിന് മേലെയുള്ള ഡിഗ്രി എഴുതണമെങ്കിൽ അതിനുള്ള സംവിധാനവും ICF ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് മദ്രസ വിദ്യാഭ്യാസ മേഖലയിലും അങ്ങനെ തന്നെ. അതിന് 10ാം ക്ലാസ് കഴിഞ്ഞവന് ദർസ് ആണെങ്കിൽ ഇതേപോലെ ഇവിടത്തെയുള്ള ഈ ദർസ് ഇന്നിപ്പോൾ നാട്ടു ദർസ് എന്നതുപോലെ അവിടെ സുഫ എന്ന ദർസും കൂടി അവിടെയുണ്ട്. അതുപോലെ പണ്ഡിത സഭകൾ ICF-ൻ്റെ കീഴിൽ നടത്തുന്നുണ്ട്. ദർസുകൾ, മാസ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ വിദ്യാഭ്യാസ രംഗങ്ങളിൽ വേണ്ടാവുന്ന എല്ലാ സാഹചര്യങ്ങളും അവസരങ്ങളും ICF ഒരുക്കി കൊടുക്കുന്നുണ്ട്. നമ്മളെ ജൗഹരി ഉസ്താദ് തന്നെ ഒരു മദ്രസയുടെ കാര്യകർത്താക്കളിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. നമ്മുടെ മൊബൈൽ ഷാർജയിലാണ്, ഞാൻ സൗദിയിലാണ്. അപ്പം ഇത്തരം കുറച്ച് വ്യത്യാസങ്ങളുണ്ട് നമുക്ക് കാര്യങ്ങൾ അറിയുന്നതിൽ. അപ്പം ICF പറഞ്ഞതുപോലെ ICF പ്രവാസത്തിൻ്റെ അഭയം വിദ്യാഭ്യാസ മേഖലയിലും സാംസ്കാരിക മേഖലയിലും ഒക്കെ എല്ലാ വിഷയങ്ങളിലും കൈകാര്യം ചെയ്യുന്നുണ്ട്, എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നുണ്ട്. സാന്ത്വന വിഷയങ്ങൾ പറഞ്ഞു കേൾക്കണ്ട. നമ്മുടെ കോവിഡ് സമയത്ത് നിങ്ങളൊക്കെയും ദുആ ചെയ്തവരാണ്, ഞങ്ങളൊക്കെയും പേടിച്ച് വിറച്ചവരാണ്. കോവിഡ് സമയത്ത് പലരും പെട്ടുപോയ സമയത്ത് അതിൻ്റെ
സാന്ത്വനം ചർച്ച ചെയ്യുമ്പോൾ അത് വലിയൊരു ലോകമായതുകൊണ്ട് അത് അടക്കലായിരിക്കും. കാരണം സമയപരിമിതിയിലുണ്ടല്ലോ. അത് കൂടുതൽ ചർച്ച ചെയ്യുന്നതിനേക്കാളും പിന്നെ അത് ICF-ന്റെയും RC-യുടെയും പൊതുവെ എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ് ഈ സാന്ത്വനത്തിനെ കുറിച്ച്. അതിനെ ഒരു ഇത്തരം വേദിയിൽ അത് ചർച്ചാ വിഷയം, കാരണം വിഷയത്തിൻ്റെ ഒരു സൂചന നൽകുന്നത് അങ്ങോട്ടേക്കാണെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു വിഷയമായതുകൊണ്ട് സാന്ത്വനത്തിനേക്കാളും കൂടുതൽ ഇപ്പോൾ പുതിയൊരു നമ്മുടെ ഏറ്റവും നൂതനമായൊരു പദ്ധതിയാണ് പ്രിഫേസ് ഇസ്ലാം. പ്രിഫേസ് ഇസ്ലാം എന്നത് പിന്നെ ആധുനിക ഈ AI കാലത്ത് നമുക്ക് സൈറ്റ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടേതായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പഠിക്കാനുള്ള നൂറുകണക്കിന് ലേഖനങ്ങളുള്ള വലിയൊരു സംവിധാനമാണ് സൈറ്റ് തന്നെ ഓപ്പൺ ആക്കാനുള്ള സംവിധാനം. ഇപ്പോൾ എത്രയോ വർഷങ്ങളായി അതിൻ്റെ പിന്നിൽ ICF ശ്രമങ്ങൾ തുടങ്ങിയിട്ട്. കാരണം ഇപ്പോൾ സൈറ്റ് തുറക്കുമ്പോൾ നമുക്ക് കാണുന്ന അറിവുകളൊക്കെ ചിലപ്പോൾ പിന്നെ ഓറിയന്റലിസ്റ്റുകളായോ യഹൂദികളുടെയോ കടന്നുകയറ്റത്തിലുള്ള ചില ആശയ വൈരുദ്ധ്യമുള്ള വിഷയങ്ങൾ കടത്തിക്കൂട്ടിയിട്ട് നമ്മുടെ വിശ്വാസം ചോർത്തപ്പെടുന്ന ആ ഒരു ശൈലിയിലാണ്. അപ്പൊ ഇവിടെ നമുക്ക് വലിയൊരു വാതിൽ തുറക്കാൻ വേണ്ടി ICF ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ചെറിയൊരു ലോഞ്ചിങ് അത് പ്രവർത്തകന്മാർക്കിടയിൽ ഇട്ടുകൊടുത്തുകൊണ്ട് അതിൻ്റെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത കാലത്ത് തന്നെ അത് ലോകത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കപ്പെടുന്ന, അതായത് ചൈനീസ് ഭാഷയിലും ഇംഗ്ലീഷിലും പിന്നെ അറബിയിലും മലയാളത്തിലും 4 ഭാഷയിൽ ഇപ്പോൾ ഓൾറെഡി അത് സെറ്റായി കഴിഞ്ഞു. അതായത് നമ്മുടെ കേരളത്തിലെ ഉലമാ എനിക്ക് മാസത്തിൽ ശമ്പളം കൊടുത്തിട്ട് അവിടെ നിർത്തിക്കൊണ്ട് ചെയ്ത ജോലിയാണ് അതൊക്കെ. അവരങ്ങനെ ചെയ്തിട്ട് നമുക്ക് വെബ്സൈറ്റ് നിർമ്മിക്കുകയാണ് ഇപ്പോൾ. ഇൻഷാ അല്ലാഹ് അത്തരം കാര്യങ്ങളൊക്കെ ICF-ന്റെ പ്രവർത്തനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. സഅദ് ഇടപെടുന്നു ഉദ്ദേശിക്കുന്നു ഇൻഷാ അല്ലാഹ്. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ നേതൃത്വമായ PM ഹമീദ് ഈശ്വരമംഗലം നമ്മുടെ നാട്ടുകാരനാണ്. ഈ എല്ലാ ICF-ൻ്റെയും RC-യുടെയും പ്രവർത്തനങ്ങൾക്ക് ഇന്നിപ്പോൾ ICF-ൻ്റെ ഇൻ്റർനാഷണൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് PM ഹമീദ് സാഹിബ് അവറുകളാണ്. അതുപോലെ തന്നെ വേദിയിലും സദസ്സിലും കുറേ നമ്മുടെ നാട്ടുകാരായ ICF-കാർ കുവൈത്തിലും ഖത്തറിലും പ്രവർത്തിക്കുന്നവരുണ്ട്. എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ ഒരു പ്രവാസത്തെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാത്തിനും ഈ നാട്ടുകാരായ പ്രവർത്തകർ മുന്നിലുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് നമ്മള് നിങ്ങളെ വിലപ്പെട്ട സമയങ്ങൾ വിദ്യാർത്ഥികൾ അവരുടെ കഴിവുകൾ തെളിയിക്കാൻ വേണ്ടിയുള്ള ആവേശത്തിലാണ് നിർത്തുകയാണ്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ICF-നെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടെങ്കിലും സമയപരിമിതി മൂലങ്ങൾ നിർത്തുകയാണ്. ഇത്തരം വേദികൾ ഉപയോഗപ്പെടുത്തുമ്പോൾ തന്നെ നമ്മുടെ മുൻകാല പ്രവർത്തകന്മാർ, നേതാക്കൾ, ICF-ക്ക് വേണ്ടി ഇവിടുന്ന് കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ ഹമീദ് സാഹിബ് ഈശ്വരമംഗലം, ഹമീദ് പരപ്പ, അതുപോലെ തന്നെ ഹമീദ് സാദി, അതുപോലെ തന്നെ ഒരുപാട് വ്യക്തിത്വങ്ങൾ നാം പേര് പറഞ്ഞവരും പറയാത്തവരുമായിട്ട് നമ്മുടെ ഈ നാടുകളിലും തന്നെ വളർന്ന് നേതൃത്വ നിരയിൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ അള്ളാഹു സന്തോഷം നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ കുവൈറ്റ് കേന്ദ്രീകരിച്ച് ഒരുപാട് നമ്മുടെ ഈ പള്ളത്തൂരിൽ തന്നെ ഒരുപാട് നേതൃത്വങ്ങൾ, നേതാക്കൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ചൊരിയുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സംഘാടക സമിതിക്ക് എല്ലാവിധ നന്ദികളും നേർന്ന് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.